ശശി തരൂരിൻ്റേത് തന്ത്രമോ എന്നാണ് ചോദ്യം. ആൻഡ്രോ ഗസ്റ്റ്. ഞാൻ വിചാരിക്കുന്നത് ശശി തരൂരിൻ്റെ ഒരു ലോങ് പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ഈ AICCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് അറിയാലോ അദ്ദേഹം ജയിക്കില്ല എന്ന്. പിന്നെ എന്തിനാണ് അദ്ദേഹം മത്സരിക്കുന്നത്? അദ്ദേഹം ഈ ഐക്യരാഷ്ട്രസഭയിൽ കോഫി അന്നനോട് മത്സരിച്ചല്ലോ. എന്തിനാണ് മത്സരിക്കുക? അവിടെ അറിയാം അദ്ദേഹത്തിന് ജയിക്കില്ല എന്നുള്ളത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ ഐക്യരാഷ്ട്രസഭ അധ്യക്ഷനെതിരെ മത്സരിച്ച ഒരാൾ, ഞാൻ ആ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാൾ, AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാൾ. അപ്പോൾ അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നത് ഞാനൊരു വലിയ സംഭവമാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. BJPക്ക് എന്താണ് ഇപ്പോൾ വേണ്ടത്? BJP പറയുന്ന കാര്യങ്ങൾ ഏറ്റുപറയുന്ന കോൺഗ്രസ്സിലെ ഒരു PROനെയാണ് വേണ്ടത്. അത് നല്ല രീതിയിൽ BJP ഉപയോഗിക്കുന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കുറേ നാളുകളായിട്ട് BJP അതുകൊണ്ട് ചെയ്താണ്. നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും അതിനെ ഏറ്റുപറയുകയും, നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും ദോഷം വരികയും, അമിത്ഷായ്ക്ക് എന്തെങ്കിലും ദോഷം വരികയും, BJPക്ക് എന്തെങ്കിലും ദോഷം വരികയും അത് ഏറ്റുപറയുകയും അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ശശി തരൂർ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ അധ്യക്ഷനും ഒക്കെ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുക. കേരളത്തിൽ വരുമ്പോൾ എന്താണ് ചെയ്യുക? കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ കൂടെ കൂടില്ല, ഭരണപക്ഷത്തിരിക്കുന്ന CPMൻ്റെ കൂടെ കൂടും. എന്നിട്ട് കോൺഗ്രസ്സിന് ഇവിടെ എന്താണോ പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. എവിടെയാണോ വാർത്ത ഉണ്ടാകുക, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയും, വാർത്ത ഉണ്ടാകുക ഓപ്പോസിഷനിലായിരിക്കും വാർത്ത ഉണ്ടാവുക. ഭരണപക്ഷത്തിലും അതുപോലെ തന്നെ പാർട്ടിക്കകത്തും വാർത്ത ഉണ്ടാവില്ല. പാർട്ടിക്കകത്തെ പ്രതിപക്ഷമായിരിക്കണം വാർത്തയ്ക്കും ആധാരമാവുക. ഞാനിപ്പോൾ പറയാം, ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യം ഈ രാഹുൽ ഗാന്ധി ഇംഗ്ലീഷ് ഭാഷയ്ക്ക് എതിരായി പ്രസ്താവിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ശശി തരൂർ അനുകൂലമായി പ്രസ്താവിക്കും. അപ്പോൾ ഒരു ഹെഡ്ലൈൻ വെച്ചാൽ അതിൻ്റെ ഒരു ഭാഗത്ത് ശശി തരൂർ ഉണ്ടാവും, ഒരു ഭാഗത്ത് വിയോജിച്ച് ശശി തരൂർ എന്ന് പറഞ്ഞ് ഇപ്പറേ ഉണ്ടാവും. എല്ലാ വാർത്തകളുടെയും എല്ലാ ഹെഡ്ലൈൻ്റെയും ആദ്യം എത്താൻ വേണ്ടിയിട്ട് ശശി തരൂർ എടുക്കുന്നൊരു പണിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ വലിയൊരാളാണ് ഇറങ്ങി വരുന്നത്. അത് വലിയൊരാളാകുമ്പോൾ ആ വലിയൊരു പോസ്റ്റ് വരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ. ഏതാണോ ഏറ്റവും വലിയ പോസ്റ്റ് അത് വരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കിട്ടിയൊരു തുറുപ്പ് ചീട്ടാണ് കോൺഗ്രസിൽ ശശി തരൂർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് എത്ര മുൻപ് അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടോ അത്രയും നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ്സിന് ഇനി ശശി തരൂരിൻ്റെ മനസ്സു മാറി ഒരു 100% കോൺഗ്രസ്സുകാരനായി നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റേജ് ശശി തരൂരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന്. കാരണം ജനങ്ങളെ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അണികളെ സംബന്ധിച്ചിടത്തോളം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ശരീരം BJPൻ്റെ കൂടെയും മനസ്സ് കോൺഗ്രസിൻ്റെ കൂടെയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആരാണ് പറയുന്നത്? കേരളത്തിലെ ഒരു MP ആണ്, കോൺഗ്രസിൻ്റെ ഒരു MP ആണ്. മനസ്സ് BJPൻ്റെ കൂടെയും ശരീരം കോൺഗ്രസിൻ്റെ കൂടെയും എന്ന് പറഞ്ഞു. അപ്പം അത് ആരാണ് പറഞ്ഞത്? MP ആണ് പറഞ്ഞത്. ഇതേ ഒരു മാനസികാവസ്ഥയിലെത്തി കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ അണികളും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇത് കോൺഗ്രസ് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുകയാണ് അത്രയും നല്ലത്. 1 മണിക്കൂർ മുന്നേ തിരിച്ചറിഞ്ഞാൽ അത്രയും നല്ലതാണതാണ്. നമ്മളെപ്പോഴും പറയുമല്ലോ പുറത്താക്കിയതിന് ശേഷം എടുക്കാമെന്നുള്ളത്. ഞാൻ പറയുന്നത് പുറത്താക്കേണ്ട സ്ഥലത്ത് പുറത്താക്കേണ്ടവരെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. എത്ര നാളായിരിക്കും, എത്ര ഇലക്ഷനായി നടക്കാൻ പോകുന്നത്? ഇലക്ഷൻ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരു വലിയ പോസ്റ്റ് ഒഴിവായിട്ട് BJPയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ 10 വർഷം എന്താണ് BJPക്ക് വേണ്ടി വെള്ളം കോരുന്ന ഒരാളെ സഹിക്കേണ്ടി വരുമോ? അതൊന്ന് ആലോചിച്ച് നോക്കി. എത്ര നാളാണത്? അത് ആരെയാണ് സഹിക്കുക? ഞാൻ ഇന്ന് KC വേണുഗോപാലിൻ്റെയൊക്കെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര വിഷമം തോന്നി. കാരണം ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബവും ഒരു പാർട്ടി നേതൃത്വവും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുകയാണ്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആ സമയത്ത് ഒരു പാർട്ടീനെ വെല്ലുവിളിക്കുകയാണ്. ഒരാളാണെന്ന് ഓർക്കണം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികളുള്ള അല്ലെങ്കിൽ കോടിക്കണക്കിന് അണികളുള്ള ഒരു പാർട്ടീൻ്റെ വലിയൊരു ബോഡിയിൽ അംഗമായ ആൾ പറയുകയാണ് നേരെ ഓപ്പോസിറ്റ് പറയും. എന്താണോ നേതൃത്വം തീരുമാനിക്കുന്നത്, അത് സ്റ്റേറ്റ് നേതൃത്വം ആയിക്കോട്ടെ, കേന്ദ്ര നേതൃത്വം ആയിക്കോട്ടെ, AICC ആയിക്കോട്ടെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിലപാടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കേരളത്തിൽ അദ്ദേഹം വന്നു. ഇന്നത്തെ കേരളത്തിൽ അദ്ദേഹം വരുമ്പോൾ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾ നിലമ്പൂരെ പോയില്ല അല്ലേ? അപ്പോൾ അതിന് മറുപടി എന്നെ വിളിച്ചിട്ടില്ല. ആരാണ് വിളിക്കേണ്ടത് അദ്ദേഹത്തെ? അദ്ദേഹം തീരുമാനമെടുത്ത് നടപ്പിലാക്കുകയല്ലേ വേണ്ടേ? നമ്മളിപ്പോൾ എഡിറ്റോറിയൽ ബോർഡ് ഇതെല്ലാവരും കൂടെ കൂടിയിരിക്കുകയാണ്. നമ്മളോട് പറയാണ് സ്റ്റാഫ് തീരുമാനമെടുത്ത് നിങ്ങളങ്ങോട്ട് പോകുമോ, ഞങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഷോ ഇവിടെ നടക്കുമോ? ഞങ്ങൾ ഷോയിൽ ഇവിടെ വിളിച്ചിരുത്തില്ലെങ്കിൽ ഈ ഷോ നടക്കാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ. അവിടെ പ്രവർത്തിക്കണമെന്നേ. പിന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും അദ്ദേഹം ഒരു 5 സ്റ്റാർ നേതാവാണ്. അദ്ദേഹത്തിന് താമസിക്കേണ്ടത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്, താമസിക്കേണ്ടതും യാത്ര ചെയ്യേണ്ട ഒരു 5 സ്റ്റാർ വാഹനത്തിലാണ്, കൂടെ താമസിക്കേണ്ട ഒരു 5 സ്റ്റാർ ആൾക്കാരാണ്. അപ്പം 5 സ്റ്റാർ രാജ്യങ്ങളിലേക്കായിരിക്കും അദ്ദേഹം പോവുക. അപ്പം ഒന്ന് നോക്കിയാൽ മതി. അപ്പം ആ ലെവലിലാണ് അദ്ദേഹത്തെ കാണേണ്ടത് നമ്മൾ. അപ്പോൾ ആ ലെവലിൽ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രശ്നമില്ല. കാരണം എന്താണ്? ഏറ്റവും നല്ല ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി
കേരളത്തിലെ കോൺഗ്രസും CPM കൂടെ ജയിപ്പിക്കുന്ന ഒരു എംപിനെ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയും കേട്ടിട്ടുണ്ടോ? കോൺഗ്രസ് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ഒരു എംപിനെ ജയിപ്പിക്കുക, ആര് വരാതിരിക്കാൻ? BJP വരാതിരിക്കാൻ. എന്നിട്ട് ആ MP ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? BJPക്ക് വേണ്ടി പണിയെടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തിരുവനന്തപുരം പോലത്തെ ഒരു മണ്ഡലമല്ലേ, അവിടെ കോൺഗ്രസിൻ്റെ ഒരു പക്ഷവും പിന്നെ CPMൻ്റെ ഒരു പക്ഷവും കൂടെ ഒരു എംപിനെ ജയിപ്പിക്കുകയാണ്, ആര് വരാതിരിക്കാൻ? BJP വരാതിരിക്കാൻ. എന്നിട്ട് ആ BJPക്ക് വേണ്ടിയിട്ട് ആ MP പണിയെടുക്കാമെന്ന് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അടുത്ത പറയാം, അടുത്ത പ്രാവശ്യം ഞാനില്ല. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷൻ്റെ തൊട്ട് മുൻപാണ്. അടുത്ത ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിൽ ACC പിന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു നേതാവ് എങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുക? BJPയിലേക്ക് പോകുന്നു. അന്നത്തെ ഏറ്റവും വലിയ വാർത്തയല്ലേ. നമ്മളിപ്പം നമ്മുടെ രാമക്ഷേത്രത്തിൻ്റെ പിന്നെ ശിലാസ്ഥാപനം വെച്ചല്ലോ. എപ്പോൾ? ഇലക്ഷന് തൊട്ട് മുൻപാണ് വെക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യണം. അപ്പോൾ ഇതുപോലെയാണ് ഒരു വെളിക്ക് വേറൊരു സാധനമാണ് രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം പോലെ വെച്ചിരിക്കുകയാണ് അടുത്ത ഇലക്ഷൻ്റെ അവസാന നിമിഷത്തേക്ക്. അന്നേരം അന്നേരം അരുൺ സാർ പോലെ രാജ്യസഭ അധ്യക്ഷ സ്ഥാനം ഒഴിവരും, വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ്. പിന്നെ എന്താണ് ഇനി എന്തൊക്കെ സ്ഥാനങ്ങൾ ഒഴിവരാനുണ്ടെന്നേ, ആ സ്ഥാനങ്ങൾ ഒഴിവരും. അടുത്ത BJP മന്ത്രിസഭയിൽ പിന്നെ എന്താണ് വിദേശകാര്യ മന്ത്രിയാവാം ഒരാൾക്ക് നല്ലൊരു പ്രസൻറ്റേഷൻ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ലോങ് പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് ഇതൊരു 10-15 വർഷത്തെ പ്രോജക്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എല്ലാ സംവിധാനവും ഉണ്ടല്ലോ. ഇപ്പം കേന്ദ്രം അമേരിക്കയ്ക്ക് വിടുന്ന ആരെയാ? അമേരിക്ക വിളിക്കുന്നത് ശശി തരൂരിനെയാണ്. റഷ്യയിലേക്ക് വിടുന്ന ആരെയാ? ഓൺലി ഹൈ ക്ലാസ് അതാരാണ്? നരേന്ദ്രമോദി ഒന്ന് കെട്ടിപ്പിടിക്കുന്ന ആരെയാ? ഈ പറഞ്ഞ പിന്നെ ശശി തരൂരിനെയാണ്. ഇനി അത്ര വെയിറ്റ് ചെയ്യുന്നൊന്നും എനിക്ക് തോന്നില്ല. സമയമുണ്ട്. അല്ല, ഞാൻ വിചാരിക്കുന്നത് BJPയിലേക്ക് ശശി തരൂർ പോയാൽ പിന്നെ വിശ്വഭരനില്ല കേട്ടോ. അവിടെ ഒരേ ഒരു വിശ്വഭരനേ ഉള്ളൂ. അതാരാ? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ആണ് BJP വിശ്വഭരൻ. അത് വിശ്വഗുരുവാണ്. അല്ല, അപ്പോൾ വേറൊരാളെ ആവശ്യമില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി പിന്നെ ഈ പറഞ്ഞ ശശി തരൂർ ഇല്ല കേട്ടോ. പിന്നെ ഒരു കേന്ദ്രമന്ത്രി മാക്സിമം, അതിപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയെ കുറിച്ച് നമ്മൾ പറയുമല്ലോ, ആരാണ്? ഒരു കേന്ദ്രമന്ത്രി. അങ്ങോട്ട് പോയാൽ പിന്നെ അതിനു മുൻപേ ശശി തരൂരിന് അവർക്ക് വേണ്ടത് എവിടെയാ? കോൺഗ്രസ്സിൽ. ആ കോൺഗ്രസ്സിൽ നിർത്തിക്കൊണ്ട് BJP ചെയ്തു കൊടുക്കാൻ മുഴുവൻ ചെയ്തു കൊടുക്കും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കും. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യും. അപ്പോൾ അവസാന നിമിഷം ഊറ്റിയതിൻ്റെ കോൺഗ്രസിൻ്റെ രക്തം ഊറ്റി അവസാന നിമിഷം എടുത്തത് ഇതൊക്കെ ചോരയെ കുടിച്ച് നമ്മളിങ്ങനെ ഉഷാറായി നിൽക്കുന്ന സമയത്ത് എടുത്തിട്ട് വലിയൊരു പോസ്റ്റ് വെക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ശശി തരൂരിൻ്റെ തന്ത്രമാണ് അതൊരു 10-15 വർഷമായി നീണ്ടു നിൽക്കുന്ന ഒരു തന്ത്രമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് എന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ എനിക്ക് മറ്റ് ഓപ്ഷനുകൾ ഉണ്ട് എന്ന് ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. Meet the editors.